എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പനീർ മസാലയാണ് കാണിക്കുന്നത്. അതായത് ഇത് ഞാൻ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അധികം സമയം വേണ്ട, നമുക്ക് ഇൻഗ്രീഡിയൻസും കുറച്ച് മതി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വരും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. ഇവിടെ ഞാൻ പനീർ ഒരു 150 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പനീറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 2 സവാള വലുത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില, ടൊമാറ്റോ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പനീർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റാം. നമ്മുടെ പനീർ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് ബട്ടറും കൂടി എടുക്കുന്നുണ്ട്. അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം, ഇളക്കി കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇളക്കി കൊടുത്തു. അടുത്തായിട്ട് നമ്മുടെ സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് വരാനാണ്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കാൽ ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ആവാം. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമ്മളിതിൽ പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിന് ശേഷം നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊന്ന് തിളച്ച് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പനീറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഗ്രേവി കുറച്ചുകൂടെ വേണം എന്നുള്ളവർക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരുപാട് ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കുന്നത്. ഇനി ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ കഷ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ.
ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഉപ്പ് കുറവൊന്നുമില്ല, പാകത്തിനുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് അല്പം കസൂരി മേത്തി. അതൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ലാസ്റ്റ് അല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പനീർ മസാല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. റെഡിയാണ് ഇവിടെ. പനീർ മസാല കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ.